അടിപൊളി ഹുക്കപ്പ്. ഇവിടെ മെറ്റൽ ഫ്രെയിം, അതിൻ്റെ നെയിം, പിന്നെ ഇവിടെ അതിൻ്റെ സ്പെസിഫിക്കേഷൻ കൊടുത്തിട്ടുണ്ട്. ഇതാട്ടോ നമ്മുടെ നാടൻ ബിരിയാണി. ഒരു മീനടിച്ചാണ് 2 കഷ്ണമായി. നിന്റെ വീഡിയോ എടുക്കുക, ക്യാച്ച് ചെയ്യണം, എല്ലാവരെയും കാണിച്ചു കൊടുത്തേ. നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ അടുത്ത് കുറേ പേര് മെസ്സേജ് അയച്ചും കമൻറ്റ് ബോക്സിലായിട്ടും ചോദിച്ചിട്ടുണ്ട്, നമ്മുടെ ഈ സീസർ ഉപയോഗിക്കുന്ന മെഗാക്കൂടി ഇല്ലേ, അതെങ്ങനെയുണ്ട്, അതിൻ്റെ പെർഫോമൻസ് എങ്ങനെ. അപ്പോൾ അതിനെപ്പറ്റിയാണ് ഇന്നത്തെ വീഡിയോ. നമ്മുടെ ഈ സീസറിൻ്റെ ഒരു റിവ്യൂ ആണ്. നമ്മുടെ റീല് ഇത് എടുത്തിട്ട് ഇപ്പോൾ ഒരു 5 മാസമായിട്ടുണ്ട്. 5 മാസമായിട്ട് കണ്ടിന്യൂസ് യൂസ് ആട്ടെ. ഇതുവരെ ഒരു പ്രശ്നവും പറ്റിയിട്ടില്ല. ഇതിന് വന്നത് 15 kg ഡ്രാഗ് കപ്പാസിറ്റി ആട്ടാ. നമ്മുടെ വീഡിയോസിലെല്ലാം നമ്മളെല്ലാം ഫുള്ള് ഡ്രാഗ് ഇട്ടിട്ട് തന്നെ കയറ്റാറ്. വലുതായാലും ചെറുതായാലും എല്ലാത്തിനും ഫുൾ ഡ്രാഗാണ് ഇടാറ്. ഇതുവരെ ഒരു പ്രശ്നവും വന്നിട്ടില്ല. പിന്നെ ഇത് കണ്ട, ഹാൻഡിൽ കുറച്ചുകൂടെ വലുതാണ് വന്നതാണ്. അതുകൊണ്ട് നമുക്ക് റിട്രീവിങ് ഇത്തിരി കൂടെ സിമ്പിളായിരിക്കും, ഈസി ആയിരിക്കും. ഓക്കെ, പിന്നെ നമ്മൾ ഇതിനകത്ത് അഡ്ജസ്റ്റ് ചെയ്യണമെന്ന് വെച്ചാൽ ഇത് മാത്രമേ നമ്മൾ ഉപയോഗിക്കാറുള്ളൂ, സ്പൂൾ ടെൻഷൻ മാത്രം. മാഗ്നറ്റിക് എപ്പോഴും 0ലാണ് ഇടാറ്. മാഗ്നറ്റിക് യൂസ് ചെയ്യാറില്ല, സ്പൂൾ ടെൻഷൻ മാത്രം നമ്മൾ എപ്പോഴും യൂസ് ചെയ്യാറുള്ളൂ. ഞാനങ്ങനെ ഉപയോഗിക്കാറ്. നമുക്കൊരു റഫ് യൂസിന് പറ്റിയൊരു റീല്, ഇപ്പം എൻ്റെ വീഡിയോസ് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും റഫ് യൂസിങ് ആണ്. അങ്ങനെ റഫ് യൂസ് ഇപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് ഒരു 5 മാസം ചെയ്തിട്ടും ഇതുവരെ പ്രശ്നമൊന്നും വന്നിട്ടില്ല. വല്ലപ്പോഴും വല്ല ഓയിൽ ചെയ്ത് കൊടുക്കുള്ളൂ, അല്ലാണ്ട് വേറെ പണിയൊന്നും കിട്ടിയിട്ടില്ല ഇതുവരെ. പിന്നെ ഇതിനകത്ത് തന്നെ ഡീപ്പ് സ്പൂളാണ്. നമ്മൾ 28 mm നോയ്ബിയുടെ ബ്രൈഡ് കയറ്റിയിട്ടും കണ്ട 100 മീറ്റർ കയറ്റിയിട്ട് ഇതിനകത്ത് ഇനി കയറാൻ ഗ്യാപ്പുണ്ട്. 28 mm കയറിയിട്ടും ഗ്യാപ്പുണ്ട്. അപ്പോൾ ഡീപ്പ് സ്പൂളാണ്, നല്ല ബ്രൈഡ് കയറും ഇതിനകത്ത്, നല്ല കാസ്റ്റിങ്ങും കിട്ടുന്നുണ്ട്. ഇത് നമ്മൾ എടുത്തത് 3500 രൂപക്ക് നമ്മൾ ഫിഷിംഗ് പോയിന്റ് മാറമ്പള്ളിയിൽ നിന്നാണ് എടുത്തത്. നമ്മുടെ സെയിമർ രണ്ടും ഒടിഞ്ഞാർന്ന്. അപ്പോൾ പിന്നെ നല്ല റീൽ ഏതെങ്കിലും ഉണ്ടോയെന്ന് വലിയ വില ഇല്ലാത്തതിനപ്പോൾ നസീർക്ക് സജസ്റ്റ് ചെയ്ത് തന്നതാണ് കേട്ടോ. സീസറുകളെ കൊണ്ടുപോകുമോ, എല്ലാവരും കൊണ്ടുപോകേണ്ട. ഇതുവരെ ബാഡ് കമൻസ് ഒന്നും വന്നിട്ടില്ല. ഓടിക്കൊണ്ടിരുന്ന റീലാന്ന് പറഞ്ഞപ്പോൾ അങ്ങനെയാണ് നമ്മൾ സീസർ മെഗാക്കൂടി എടുക്കണത്. എടുത്തു കഴിഞ്ഞപ്പോൾ പൈസക്കുള്ള മുതലുണ്ട്. എന്തോ 3500 രൂപ ആയുള്ളൂ, അതിനുള്ള മുതൽ. പിന്നെ നമ്മുടെ യൂസിങ് എന്ന് പറഞ്ഞാൽ എല്ലാത്തിനും വലിച്ചു പറിച്ചാണ് കയറ്റണത്. വീഡിയോസ് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. എല്ലാം നല്ല ഫുൾ ഡ്രാഗിൽ വലിച്ചു പറിച്ചാണ് കയറ്റണത്. നമ്മുടെ റോഡ് ചേറോണാട്ടോ. അപ്പം നമുക്ക് ഈ 3500 ഇത് എടുക്കാലും ഒരു നഷ്ടം വരില്ല നമുക്ക്, അതിനുള്ളതുണ്ട്.
പിന്നെ ഒരു പ്രീമിയം റീലല്ല കേട്ടോ, നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, ജസ്റ്റ് ഒരു നോർമൽ റീല്. റഫ് യൂസിങ്ങിനൊക്കെ ഇത് ഓക്കെയാണ്. ജപ്പാനാട്ടോ, മെയ്ഡ് ഇൻ ഡിസൈൻഡ് ആൻഡ് എൻജിനീയർഡ് ഇൻ ജപ്പാൻ. നമ്മുടെ സെയ്മറിൻ്റെ റീലിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ തന്നെ ഹാൻഡിലിൻ്റെ വലിപ്പം കാണുമ്പോൾ തന്നെ മനസ്സിലാവും കേട്ടോ. അതുകൊണ്ട് തന്നെ നമുക്ക് പറഞ്ഞില്ല, റിട്രീവ് ചെയ്യുമ്പോൾ എളുപ്പമായിരിക്കും. പിന്നെ ഇതിൻ്റെ സ്പെക്കും കാര്യങ്ങളൊക്കെ പറയാനാണെങ്കിൽ ആ റിവ്യൂ എടുത്തുകൊണ്ടിരുന്നപ്പോൾ അതേ ഒരാൾ ഇവിടെ വന്നിട്ടുണ്ട്. റിസ്കിന് വേണ്ടി വന്നതാ. നിൻ്റെ വീഡിയോ എടുക്കുക, ക്യാച്ച് ചെയ്യണം, എല്ലാവരെയും കാണിച്ചു കൊടുത്തേ. അത് തന്നെ കാണിച്ചറാ, ഇതാണ് കൊണ്ട് ക്യാച്ച് ചെയ്യിപ്പിക്കും. ഇതും ക്യാച്ച് ചെയ്യണേ. പിന്നെ ഇതിന് വന്നത് 6.5:1 ഗിയർ റേഷ്യോ കേട്ടോ. എന്ന് പറയുമ്പോൾ അറിയാത്തവർക്ക് വേണ്ടി പറയണതാണ്. നമ്മുടെ ഈ ഹാൻഡിൽ ഒറ്റ തവണ റിട്രീവ് ചെയ്യലും, ഒറ്റ തവണ കറങ്ങുമ്പോൾ നമ്മുടെ സ്പൂള് 6.5 ടൈംസ് കറങ്ങും. അത്രയും റൊട്ടേഷനെ പറയണ നമ്മുടെ ഗിയർ റേഷ്യോ 6.5:1 ആണ് വന്നത്. പിന്നെ ഇതിനകത്ത് തന്നെ ബോൾ ബെയറിങ്സ് എന്ന് പറഞ്ഞാൽ 11+1 ബോൾ ബെയറിങ്സ് ആണ്. പിന്നെ 15 kg ഡ്രാഗ് നമ്മൾ ഓൾറെഡി പറഞ്ഞല്ലോ. പിന്നെ മെറ്റൽ ഫ്രെയിം ആണെന്നാണ് അവർ പറയണത്. ഇതുവരെ ഒന്നും പറ്റിയിട്ടില്ല കേട്ടോ, കാശിനുള്ള മുതലുണ്ട്. കുറേ പേര് എൻ്റെ അടുത്ത് ചോദിച്ച് സീസർ മെഗാക്കൂടെ എങ്ങനെയുണ്ട്, ഒരു റിവ്യൂ ചെയ്യാമോ, ഒരു വീഡിയോ ചെയ്യാമോ എന്നൊക്കെ ചോദിച്ച് ഇൻസ്റ്റാഗ്രാമിലാണെങ്കിൽ മെസ്സേജ് ഒക്കെ ചോദിച്ചു. അതുകൊണ്ട് ചെയ്യണ വീഡിയോ ആണ് കേട്ടോ. അതിൻ്റെ ബോക്സ് വന്നത് ഇവിടെ മെറ്റൽ ഫ്രെയിം, അതിൻ്റെ നെയിം, പിന്നെ ഇവിടെ അതിൻ്റെ സ്പെസിഫിക്കേഷൻ കൊടുത്തിട്ടുണ്ട്. സ്പെസിഫിക്കേഷൻസ് ഞാനൊരു ഫോട്ടോ ഒക്കെ ഇട്ടേക്കാം. അതിൻ്റെ ബോൾ ബെയറിങ്ങും ഗിയർ റേഷ്യോയും ഡ്രാഗൊക്കെ പറയണത് അപ്പോൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെയാണ്. ഓക്കെ, ഒരു റെസ്ക് കൊടുത്തിട്ടാൻ പോണില്ല കേട്ടോ. നമുക്ക് നേരെ മീൻ പിടിക്കാൻ പോവാം. നമ്മുടെ പുതിയ ബ്രൈഡിൽ ആയിട്ട് കേൾക്കാം ചപ്പപ്പാടിയാണ് പോകുന്നത്. ആദ്യത്തെ മീന് ഇവിടെ ഞൊയ്ബിയുടെ 28 mm ലൈൻ ഇപ്പം നമുക്ക് കയറ്റിയില്ലേ. പോയടാ, ചെറുതാർന്നു. ഓക്കെ ഓക്കെ, അത് ഓക്കെ ആട്ടാ ഗൈസ്, അത് ഓക്കെയാണ്, അത് ഓക്കെയാണ്. നമ്മുടെ ലിസാർഡ് ഫ്രോഗ് കേട്ടാ, ഒരു മീനടിച്ചാണ്, 2 കഷ്ണമായി. ഇതിൻ്റെ ഉള്ളിൽ നിന്ന് ഊരിപ്പോന്നാണ് ഗൈസ്. ഇന്ന് ഫിഷിങ്ങിന് ഇറങ്ങിയിട്ട് കിട്ടിയ മീനാട്ടാ.
അവൻ കുഞ്ഞായിട്ട് കിടക്കാനല്ല. നമുക്കൊരു ബ്രാല് കിട്ടിയിട്ടുണ്ടേ, പക്ഷേ അവൻ ഓട്ടെ കുഞ്ഞായിട്ട് കിടക്കാം. നാടനാണ്. അങ്ങോട്ട് പോലെ അങ്ങോട്ട് പോലെ അങ്ങോട്ട് പോലെ അങ്ങോട്ട് പോലെ അങ്ങോട്ട് പോലെ. ശടാ നമുക്കൊരു ബ്രാല് കിട്ടിയിട്ടുണ്ടേ. മറ്റേത് കഴിഞ്ഞിട്ട് അവൻ ചാടിപ്പോയില്ലേ, അത് കഴിഞ്ഞിട്ട് നമുക്കൊരു ബ്രാല് കിട്ടിയിട്ടുണ്ട്. ലിസാർഡിൽ 2 ബുക്ക് നല്ല അടിപൊളിയായിട്ട് കയറിയിട്ടുണ്ട്. കുഴപ്പമില്ലാത്ത സൈസ് ഒരു ബ്രാല്. അധികം ചെറുതൊന്നും പറയാൻ പറ്റൂല. ഉണ്ടോ, അങ്ങനത്തെ ഒരു സൈസ് കിട്ടിയിട്ടുണ്ട് ലിസാർഡിൽ. ഹാംസ്റ്ററിൻ്റെ പുതിയ ഫ്രോഗിൽ നമുക്ക് നാടൻ ബ്രാല് കിട്ടിയിട്ടുണ്ട്. എൻ്റെ കളർ കണ്ട കുറേ ആയിട്ടാ നാടൻ കിട്ടിയിട്ടെല്ലാം മറ്റേ വിയറ്റ്നാമായിരുന്നു. വാലൊക്കെ നല്ല അടിപൊളി. ഇപ്പം നമ്മുടെ വീഡിയോസിൽ എല്ലാത്തിലും കൂടുതൽ വന്നേക്കണം മറ്റേ നമ്മുടെ വിയറ്റ്നാം ബ്രാലില്ലേ, വളർത്തുരാലാണ്. കുറേ നാൾക്ക് ശേഷം നല്ല നാടൻ കിട്ടിയിട്ടുണ്ട്. നമ്മുടെ ഫ്രോഗട്ട ഹാംസ്റ്ററിൻ്റെ എൻ്റെ നെയിം ഗോട്ട അങ്ങനെ എന്തോ ആണ്. നല്ല ഫ്രോഗാട്ടാ. അതിൻ്റെ താടി കൂടെ കയറിയിട്ടുണ്ട്. രണ്ടാമതൊരു ബ്രാലോണം കിട്ടിയിട്ടുണ്ടേ, ഹാംസ്റ്റർ. അടിപൊളി ഫ്രോഗാട്ടാ. അതിൻ്റെ ഫ്രണ്ടിൽ വന്നത് ത്രെഡാണ്, കമ്പിയല്ല. രാവിലത്തെ കിടക്കുന്നു, എൻ്റെ ഉള്ളിൽ കിടക്കുന്നുണ്ട്. രണ്ടാമത്തെ നമുക്ക് അതിൻ്റെ ഫോട്ടാക്കാം. മഴയാണ്, മഴയായിട്ട് വീഡിയോ എടുക്കൽ ശോകം. നമ്മൾ ക്യാമറ സെറ്റ് ചെയ്യുമ്പോൾ തന്നെ മഴ പൊടിയും. പിന്നെ ക്യാമറ ചീത്തയാക്കണ്ടല്ലോ എന്ന് ഓർത്താണ് വീഡിയോ ഒന്നിനെയും കിട്ടിയിട്ടില്ല. നമുക്ക് മൂന്നാമത് കിട്ടിയ വരാലിൻ്റെ ഹുക്കപ്പ് വേണ്ട, അടിപൊളി ഹുക്കപ്പ്, പ്രോപ്പർ ഹുക്കപ്പ്. നാലാമത്തെ ബ്രാല് നമ്മുടെ ഫ്രോഗ് ഫുള്ളായിട്ട് വിഴുങ്ങിക്കളഞ്ഞേ. നാലാമത് കിട്ടിയത് എന്താണെന്ന് വെച്ചാൽ ക്യാമറ എടുത്തില്ല, മഴയായിട്ട് കവറും എടുത്തില്ല. ഇപ്പോൾ റോട്ടിൽ കിടന്നിട്ട് ഒരു കവറിലാണ് എല്ലാം കൂടി ഇടണം. തന്നെയായിട്ട് കിട്ടിയാണ്. പിന്നെ കിട്ടിയില്ല. സ്ട്രൈക്ക് കിട്ടി, പക്ഷേ ഹുക്കായില്ല. ചെറുതുങ്ങൾ തന്നെയായിരുന്നു. അതായത് നമുക്ക് 2 നല്ല ഒരു 1 കിലോ റേഞ്ച് തന്നെ 2 കിട്ടിയിട്ടുണ്ട്. ബാക്കി 2 ഇടത്തരം നാളെ കയറിയിട്ടുണ്ട്. ഒരെണ്ണം നാടനാട്ടോ. ഗായ്സ് നമുക്കൊരു മീനും കൂടെ കിട്ടിയേ ഹാംസ്റ്ററിൽ തന്നെ, പക്ഷേ വീഡിയോ കിട്ടിയില്ല, മഴയായതുകൊണ്ട്. നോക്കാം, നമുക്കേ അടുത്തത് തൊട്ട് വീഡിയോ കിട്ടുമോ നോക്കാം. നല്ലൊരു ബ്രാൻഡ് സൈസ് വാള ഇട്ടിട്ടുണ്ട്. അതിൻ്റെ വെച്ച് ഇതണ്ട വളരെ സൈസ് ഉണ്ട്. ആദ്യമായിട്ട് ഇടത്തിൽ എനിക്കുള്ളൂ വാള കിട്ടണം. അവരുടെ അടുത്ത് മീൻ കിട്ടിയിട്ടില്ലെന്നാട്ടാ പറഞ്ഞേക്കണ കേട്ടാ.